കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് യൂണിയൻ എന്ന അധ്യാപക സംഘടനയുടെ 2 ദിവസത്തെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എന്നോട് അവർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന വിഷയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. എഴുത്തുകൂട്ടം എന്ന പേരിൽ ഒരു കൂട്ടം എഴുതുന്ന അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഒരു പരിപാടി എന്ന നിലയിൽ സംഘടിപ്പിച്ച ആ പരിപാടിയിലേക്ക് അത്രമേൽ വലിയ എഴുത്തുകാരനോ കഥാകാരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാസാഹിത്യ പ്രവർത്തനങ്ങളിലൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള കാൽപ്പനികമായ ഭാവങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത എന്നെ എന്തിനാണ് അങ്ങനെ ക്ഷണിച്ചത് എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. യാത്രയിലുടനീളം എന്നോടൊപ്പം കൈസ് എന്ന് പറയുന്ന കൊല്ലത്തെ യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹിയായ അനുജനുമുണ്ടായിരുന്നു. ചില മനുഷ്യരുണ്ട്, എന്തിനാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്നറിയാത്ത ഇഷ്ടം കൊണ്ട് മൂടുന്ന കുറേ മനുഷ്യർ. ഒരുപക്ഷെ ഇന്നത്തെ ഈ സാമൂഹ്യ മാധ്യമ ഔട്ട്റീച്ചിൽ എനിക്ക് കിട്ടിയ വലിയ സമ്പാദ്യങ്ങളൊന്ന് ഇത്തരം മനുഷ്യരാണ്. അവർക്കെന്നെ കൊണ്ടൊരു കാര്യവുമില്ല, എനിക്ക് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്തു കൊടുക്കാനുമില്ല. പക്ഷേ വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും എൻ്റെ യാത്രാക്രമീകരണങ്ങളൊക്കെ ചെയ്ത് എന്നോടൊപ്പം വന്ന് എന്നെ ശ്രദ്ധാപൂർവം കരുതി എന്നെ വെളുപ്പിനെ 3:30 മണിക്കോ 4 മണിക്കോ അങ്ങാടിപ്പുറത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണർന്നിരുന്ന് എന്നെ ഉണർത്തി തിരിച്ചതുപോലെ തന്നെ മടക്കി കായംകുളത്തെത്തി എന്നെ വിളിച്ചുണർത്തി യാത്രയാകുന്ന അത്രമേൽ ഇഷ്ടത്തോടെ ഒരാൾ വന്നപ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും അദ്ദേഹം വരുന്നതിനെന്നാണ് ഞാൻ കരുതിയത്. സത്യത്തിൽ ഒരു കാരണവുമില്ലായിരുന്നു. ഒരു സ്നേഹവും ഇഷ്ടവും കരുതലും പ്രകടിപ്പിക്കലായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ഏതായാലും അങ്ങനെ എത്തി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി അവിടെ ചെന്ന് മഞ്ചേരിയിലൊക്കെ താമസിച്ച് അതിനുശേഷം ഉച്ചഭക്ഷണത്തിനായി ഷംസുമാഷിൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അവിടെയും ഒരുപാട് മനുഷ്യരെ കാണാനിടയായി. മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വലിയൊരു മഹാകാവ്യം, മഹാപാഠപുസ്തകം. അവൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ, അവൻ്റെ സ്വത്വത്തെ രൂപപ്പെടുത്താൻ, അവൻ്റെ വേദനകൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞാൽ അവൻ പറയാൻ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് പറയാനായാൽ ഒരുപക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വേറിട്ടൊരു മുഖമാവും അവിടെ കാണുന്നത്. അതിനുശേഷമാണ് ഈ പരിപാടിയുടെ വേദിയിലെത്തിയത്. അവിടെ സുഹൈൽ എന്ന ഒരു കഥയെഴുത്തുകാരനും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകമൊക്കെ എനിക്ക് സമ്മാനിച്ചു. അതിനുശേഷം അവിടെ ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും ശ്രദ്ധേയനായ ജനപ്രതിനിധികളിൽ ഒരാൾ, പിന്നെ നമ്മുടെ ജബ്ബാർ ഹാജി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജനപ്രതിനിധികളും സംഘടനാ ഭാരവാഹികളുടെയും ഒക്കെ സാന്നിധ്യമുണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാനെന്താണ് പറയേണ്ടത് എന്ന ആശങ്ക എനിക്ക് നന്നായി ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, എനിക്ക് മുമ്പ് അവസാനിപ്പിച്ച ഒരു കഥാകാരൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല കഥ എഴുതുന്ന ആൾ ഒരു നല്ല നുണയനാണ് എന്ന് പറയുന്ന നമ്മുടെ സുകുമാരൻ എന്ന പഴയ ഒരു സാഹിത്യകാരൻ്റെ വാക്കുകളോളം ചേർന്ന് നിൽക്കുന്ന ഒരു പദപ്രയോഗം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് ആരംഭിക്കാൻ അവിടെ നിന്നാകും നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ഈ മനുഷ്യജീവിതത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിൽ നുണയില്ല, സത്യം മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യജീവിതം സത്യമാണ്, അനുഭവങ്ങൾ സത്യമാണ്, വേദനകൾ സത്യമാണ്, പരീക്ഷണങ്ങൾ സത്യമാണ്. അവിടെ എങ്ങനെയാണ് നുണയ്ക്ക് സാധ്യതയുണ്ടാകുക എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത്. എന്നിട്ട് പതാരത്തുള്ള എൻ്റെ നാട്ടുകാരനായ ലത്തീഫ് സാർ എന്ന മനുഷ്യൻ 1975-76 കാലഘട്ടത്തിൽ സംഗീതം പഠിക്കാനായി തിരുവനന്തപുരം സംഗീത കോളേജിലേക്ക് പോയ കഥയുടെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ രൂപപ്പെടുത്തലിൻ്റെ കഥ പച്ചയായി ഞാനവിടെ പറഞ്ഞു. ഞാനിത് പറഞ്ഞു മടങ്ങിയതിന് ശേഷം ഇത് ആവർത്തിക്കണമെന്ന് വിചാരിച്ചതല്ല. പ്രിയപ്പെട്ട ആ വേദിയിൽ പങ്കെടുത്തിരുന്ന കരുളായി ഷാനവാസ് എന്ന് പറയുന്നൊരു മാഷ് അതിനെക്കുറിച്ചൊരു വീഡിയോ ക്ലിപ്പ് ഇട്ടു. അതൊന്ന് കേൾക്കാം. ഞാൻ KSTU ജില്ലാ സമ്മേളനത്തിന്റെ മുമ്പിലാണ് ഉള്ളത്. ഒരു സന്ദേശം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുമോ എന്നല്ല, വിദ്യാഭ്യാസം കിട്ടാതെ പോകുമോ എന്ന ആശങ്കയാണ് ഈ സമൂഹത്തെ പിന്നോട്ടടിച്ചത്. പക്ഷേ ഒരു കാലത്ത് അധികാരത്തിന്റെ കസേരയിലിരുന്ന ഒരു മനുഷ്യൻ ഫയലുകൾക്കപ്പുറത്ത് ഒരു കുട്ടിയുടെ മുഖം കണ്ടു. വിദ്യാഭ്യാസം ദാനമല്ല, കരുണയുമല്ല, അവകാശമാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തിച്ച ഒരു നേതാവ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിയ ആ മനുഷ്യൻ, അതെ, CH മുഹമ്മദ് കോയ സാഹിബ്. ഇതൊരു വ്യക്തിയുടെ കഥയല്ല, അവസരം കിട്ടിയാൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഓരോ പാവപ്പെട്ട കുട്ടികളുടെയും കഥയാണ്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മാറ്റിയാൽ ഒരു കുടുംബം മാറും, ഒരു കുടുംബം മാറിയാൽ ഒരു സമൂഹം മാറും എന്ന ചിന്ത മനസ്സിലുറച്ച ഒരു ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തപ്പോഴാണ് ഈ ലത്തീഫ് സാറിൻ്റെ കഥ ഞാനവിടെ പറഞ്ഞതൊന്ന് ആവർത്തിക്കണമെന്ന് വിചാരിച്ചത്.
പലപ്പോഴും ഈ പറയുന്ന സാഹിത്യവും കലയും ധർമ്മവും ഒക്കെ എഴുതി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്ന നല്ലൊരു ശതമാനം മനുഷ്യരെയും ആ കഥയുടെയും ആ അവതരണത്തിൻ്റെയും അതിലെ കാമ്പിൻ്റെയും ഒക്കെ മഹത്വം ഉൾക്കൊണ്ട് കാൽപ്പനികമായി ധാർമ്മികമായി ഒക്കെ വളരെ ഉത്തേജിപ്പിക്കപ്പെട്ട നിലയിൽ അവരെ കാണാൻ പോയാൽ ഒരിക്കലും അവരെ കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവും. പിന്നീട് ചിലപ്പോൾ അവരുടെ പുസ്തകവും വായിച്ചില്ലെന്ന് വരും. അത്രമേൽ അന്തരമുണ്ട് ആ വ്യക്തിയും ഈ രചനയും തമ്മിൽ. പലപ്പോഴും അതിൻ്റെ ഒരു സ്ഥലത്തും ആ സാമ്യം ഉണ്ടാകില്ല എന്നതാണ് സത്യം. എൻ്റെ 2 അനുഭവങ്ങൾ ഞാനവിടെ പങ്കുവെക്കുകയുണ്ടായി. അതെല്ലാം കൂടി ആവർത്തിച്ചാൽ ഈ വീഡിയോയ്ക്ക് ദൈർഘ്യമേറുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ലത്തീഫ് സാർ എന്ന മനുഷ്യൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ 75-ൽ കൊടും പട്ടിണിയുടെ ഭാരവും പേറി സംഗീതം പഠിക്കാൻ മുസ്ലിം പോകുന്നോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു കേട്ട നാളിൽ നടന്നവിടെ എത്തി. കിടക്കാൻ സൗകര്യമില്ലാതെ ബസ് സ്റ്റാൻഡിൽ കിടന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് തമ്പാനൂർ പള്ളിയിൽ കിടക്കാനൊരു സൗകര്യമുണ്ടാക്കി. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ ചീഫ് എഞ്ചിനീയറോ മറ്റോ ആയിരുന്നു. അതിനുശേഷം ഒരു മാർഗവുമില്ലാതെ വന്നപ്പോൾ കല്ലട നാരായണപിള്ള സാർ എന്ന് പറഞ്ഞ ആൾ, നീ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ പോയി ഹബീബ് മരക്കാർ എന്ന മരക്കാർ മോട്ടോഴ്സിൻ്റെ ഉടമയെ കാണാൻ പോയതും അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വയറ് നിറച്ചും ഭക്ഷണം കൊടുത്തതും ആദ്യം 2000 രൂപയും പിന്നീട് അത് തീർന്നപ്പോൾ ഗതികെട്ട് വീണ്ടും ചെന്നപ്പോൾ പിന്നീട് തുടർന്ന് സഹായിക്കാൻ മറന്നുപോയല്ലോ എന്നൊരു ഖേദത്തോടെ ഒരു കുറിപ്പടി നൽകി തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തുടർച്ചയായി പഠനം പൂർത്തിയാകുന്നതുവരെ 400 രൂപ വീതം നൽകി പഠനം പൂർത്തിയാക്കിയതും, പോയ വഴിയിൽ ഡ്രൈവർ ഒരു വഴിയിൽ നിർത്തി 2 ഷൂസും 2 ജട്ടിയും 2 പാൻറ്റും 2 ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത് പഠിക്കാനായി സംഗീത കോളേജിൽ ചെന്നപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ ചില വെള്ളാപ്പള്ളിമാർ അവിടെയും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ ഭ്രംശിച്ചതും, എല്ലാ കുട്ടികളുടെയും പേര് വിളിച്ചു പാടാൻ ആവശ്യപ്പെടുമ്പോൾ കാക്ക പാടടാ എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഒരു സ്വത്വത്തെ മുറിവേൽപ്പിച്ച, ഇത്രയും പോരാടി അവിടെ എത്തിയ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിച്ചതുകൊണ്ട് അതിനോട് തിരിച്ച് മറുപടി പറയേണ്ടി വന്നതും, അതിനുശേഷം പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് വാശി വന്നതും, ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ അധ്യാപകൻ്റെ വീട്ടിൽ തന്നെ പോയി എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ ഞാൻ കൊന്നുകളയുമെന്ന് മുഖത്ത് നോക്കി പറയേണ്ടി വന്ന, നമ്മൾ സാധാരണ മുറിവേറ്റ സിംഹം എന്നൊക്കെ പറയില്ലേ, ആ ഭാഷ്യത്തോടെ ജീവിച്ചൊരു മനുഷ്യനെ പുറത്താക്കാൻ ഒരുങ്ങുമ്പോൾ, അങ്ങനെ ഒറ്റപ്പെട്ടൊരു വിദ്യാർത്ഥിയെ സഹായിക്കാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് മാറ്റി പുതിയ ബോർഡ് ഓഫ് സ്റ്റഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ഉറക്കി പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി പരീക്ഷ എഴുതിക്കാൻ വിട്ട് ജയിപ്പിച്ച ാണ് CH മുഹമ്മദ് കോയ എന്ന് വിളിക്കുന്ന പഴയ വിദ്യാഭ്യാസ മന്ത്രി. കുറച്ച് നാൾ മുഖ്യമന്ത്രിയായ ഒരാൾ, നിർഭയമായി ഒരു വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടി നിലപാടെടുത്ത ആ മനുഷ്യനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവ്. ഇതിനിടയിൽ 15 പൈസയുടെ കാർഡിൽ സംഗീതം പഠിക്കാൻ പോകുന്ന എനിക്ക് ജീവിക്കാൻ തരമില്ലെന്ന് അഡ്രസ്സ് എഴുതി ഇപ്പോഴത്തെ ഫസൽ ഗഫൂർ സാറിൻ്റെ പിതാവ് ഗഫൂർ സാറിന് അയച്ചപ്പോൾ സംഗീതം പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് തരാൻ തൽക്കാലം മാർഗമില്ലെന്ന മറുപടി കത്തിൽ അവസാനിക്കാത്ത ജീവിതം നിലനിർത്തിയതിന് പിന്നിലെ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രിയർ കല്ലട നാരായണപിള്ള എന്ന അധ്യാപകനും മമ്മൂട്ടി എന്ന വലിയ മനുഷ്യനും ഹബീബ് മരക്കാർ എന്ന അതിൻ്റെ ഓണറും CH മുഹമ്മദ് കോയ എന്ന മറ്റൊരാളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടമാണ്. അവരെല്ലാം ഇന്ന് ഖബറിലാണ്. പക്ഷേ അവരൊരു മനുഷ്യൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ നൽകിയ ആ അവസരത്തെയാണ് ഏറ്റവും വലിയ വെടിപ്പായും മതിപ്പായും കാണേണ്ടതെന്നും ആ വേദിയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇന്നത്തെ കാലത്തിൻ്റെ അധ്യാപകർ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന അത്തരത്തിലുള്ള എത്ര കുട്ടികൾക്ക് അവനെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരത്തിന് പലപ്പോഴും നിശബ്ദതയായിരുന്നു അവിടെ നിന്ന് ലഭിച്ച മറുപടി. അവിടെ മാത്രമല്ല, എവിടെ ചോദിച്ചാലും അങ്ങനെ തന്നെയാവും. റഹീം ഇംഗ്ലീഷ് പറയാൻ പാടുപെടുമ്പോഴും ജനഗണമന KPCC ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് തെറ്റിച്ചെല്ലുമ്പോഴുമെല്ലാം അതെല്ലാം എത്തിച്ചേരുന്നത് അധ്യാപകർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലേക്കാണ്. അവർ ഈ വിദ്യാർത്ഥികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ തങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന ഏറ്റവും വലിയ ആത്മപരിശോധന കൂടി ഇനിയത്തെ AI കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് എന്ന ചില ചിന്തകളും ഞാൻ പങ്കുവെക്കുകയുണ്ടായി. ഏതായാലും കുറേ സമയം സംസാരിച്ചു. ഈ സംസാരിച്ച വിഷയങ്ങൾക്കപ്പുറത്ത്
മലബാറിനെയും മലപ്പുറത്തിനെയും വ്യത്യസ്തമാക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ ആ മഹാപ്രവാഹത്തിൽ സാക്ഷിയാവുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുശലാന്വേഷണങ്ങളും കണ്ട വീഡിയോകളിലെ പരിഭവങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ചിലതിലൊക്കെ പരാതികളുമൊക്കെയായി ഒരുപാട് സമയം ഒപ്പം. പിന്നീട് അടുത്തുള്ള കടകളിൽ ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ്. അത് അമിതമായി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നത് നമ്മുടെയും. ഏതായാലും ഈ ഷംസുദ്ദീൻ മാഷിൻ്റെയും അതുപോലെ തന്നെ മൻസൂർ മാഷിൻ്റെയും ഒക്കെ അടക്കമുള്ള ഒരുപാട് മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ മനോഹരമായ മണിക്കൂറുകൾ കടന്ന് രാത്രി പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഓടിക്കിതച്ചെത്തുമ്പോഴേക്കും പിന്നെയും മറക്കാതെ മടങ്ങി വരാനുള്ള മനോഹരമായ ഒരുപാട് സ്വപ്നങ്ങൾ നൽകി സന്തോഷങ്ങൾ നൽകിയാണ് ആ നാട് മടക്കി അയച്ചത്. ഒരുപാട് സന്തോഷം. ആ നന്മകളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ.